ബ്ലെസ്സിങ് ആണല്ലോ ഇത്. എല്ലാവരും ഇങ്ങനെ വിചാരിച്ച് നിൽക്കുകയാണ്. അപ്പൊ ഒത്തിരി സന്തോഷത്തോടു കൂടി തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ഭാവത്തോടു കൂടി മലയാളി പ്രേക്ഷകരുടെ മുന്നിലേക്ക് കടന്നു വരാൻ പോകുന്ന ഹണി റോസിനെ നല്ലൊരു കൈയ്യടി സമ്മാനിച്ചുകൊണ്ട് നമുക്ക് വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഞങ്ങളുടെ പ്രിയപ്പെട്ട റേച്ചലിനെ ഈ ഒരു വേദിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഹണി റോസ് റേച്ചൽ. സോ വെൽക്കം. ഹണിന്ന് വിളിക്കണം, റീച്ചെന്ന് വിളിക്കണം, ഇപ്പൊ കൺഫ്യൂഷൻ ആണ് ഞങ്ങൾക്ക് ആക്ച്വലി. കാരണം തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു വേദിയിലാണ് ടീച്ചറിൽ ഞങ്ങൾക്ക് കാണാനായിട്ട് സാധിച്ചത്. പോസ്റ്റേഴ്സ് ആണെങ്കിലും ഒന്നിനോടൊന്ന് വളരെ ഭംഗിയായിട്ടുള്ള പോസ്റ്റേഴ്സിലാണ് ഞങ്ങളെ കണ്ടിട്ടുള്ളത്. സോ എന്താണ് ഈ ഒരു മൊമെന്റ്? വാട്ട് യു ഫീൽ റൈറ്റ് നൗ? എല്ലാവർക്കും നമസ്കാരം. എന്താണ് ഫീൽ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ആദ്യമായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് ദൈവത്തിന് നന്ദിയാണ്. ഫൈനലി ഇറ്റ് ഈസ് ഹാപ്പനിങ്. കുറേ നാളുകളിലെ കാത്തിരിപ്പിന് ശേഷം പടം ഡിസംബർ 6 റിലീസ് ചെയ്യാണ്. ഞാൻ എൻ്റെ ഹൃദയത്തോടെ ഏറ്റവും ചേർത്ത് വെച്ചിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് റേച്ചൽ. കാരണം ആനന്ദിനി വന്ന ഒരു സ്റ്റോറി ലൈൻ പറയുന്ന സമയം തൊട്ട്, അപ്പോൾ സ്ക്രിപ്റ്റ് ആയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സ്ക്രിപ്റ്റിലേക്ക് കിടക്കുന്നത്. ഇഷ്ടമായെങ്കിൽ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ആ സമയം തൊട്ട് ഈ സിനിമയുടെ ഭാഗമായി തീർച്ചയായും വരെയും ഞാൻ ഈ സിനിമയോട് ചേർന്ന് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്.